എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റോറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കളയിലെ സിങ്കിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് നോക്കാം. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ സിങ്കും പലപ്പോഴും വൃത്തികേടാവാറുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ സിങ്ക് നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കും. പക്ഷെ നമ്മൾ വീണ്ടും പാത്രമൊക്കെ കഴുകി എണ്ണമയവും അതുപോലെ അഴുക്കുകളൊക്കെ സിങ്കിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ സിങ്കിൻ്റെ ആ ഒരു ഷൈനിങ്ങും തിളക്കമൊക്കെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് നല്ല പോലെ വൃത്തിയാവാനായിട്ട് സിങ്ക് നല്ല പോലെ വൃത്തിയാവാനായിട്ടുള്ളൊരു ടിപ്പ് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് സിങ്ക് ക്ലീൻ ചെയ്യുന്നത്. ഡിഷ് വാഷോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരുപാട് ഉരച്ച് കഴുകേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോൾ വീട്ടിലത്തെ സിങ്കാണ്. ഇത് കുറേ വർഷങ്ങൾ പഴയ സിങ്കാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം അഴുക്കുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിനത്ര തിളക്കവും ഇല്ല. അപ്പം നമുക്കിന്ന് ഈ സിങ്കിന് നഷ്ടപ്പെട്ട തിളക്കം വീണ്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണമാണ്. അപ്പോൾ ചെറുനാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണോ ഉള്ളത് ആ പേസ്റ്റ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കോൾഗേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോൾഗേറ്റ് പോലുള്ള വൈറ്റ് കളറിലുള്ള പേസ്റ്റ് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, സാധാരണ ഇപ്പോൾ ക്ലോസപ്പ് അതുപോലുള്ള പേസ്റ്റുകളേക്കാളും. ഇനി നമ്മൾ ഇത് ആ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ചെറുനാരങ്ങയും പേസ്റ്റും കൂടി ആ മിശ്രിതം സിങ്കിലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒത്തിരി ഉരയ്ക്കൊന്നും വേണ്ട, അത് എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയിലുള്ള സിട്രിക് ആസിഡും അതുപോലെ പേസ്റ്റിലുള്ള ഗുണങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ സിങ്കിന് നന്നായിട്ടൊരു തിളക്കം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിത് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്ക്രബ്ബറോ അല്ലെങ്കിൽ വേറെ സ്പോഞ്ച് പാഡോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയാൽ മാത്രം മതി. ഒട്ടും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. നമ്മളിത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാം. അപ്പോൾ തന്നെ നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു അഴുക്കുകളെല്ലാം പോയി അത് നല്ലപോലെ ക്ലീനായി കിട്ടും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സോപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ദാ ഇപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് സിങ്ക് നല്ലപോലെ കഴുകിയെടുക്കുകയാണ്. ആ പേസ്റ്റിൻ്റെയും ചെറുനാരങ്ങയുടെ അംശം നമ്മുടെ സിങ്കിൽ നിന്ന് നന്നായിട്ട് പോകുന്ന രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പേസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പോയി കിട്ടും. പിന്നെ ചില ഭാഗത്തായിട്ട് ഉണങ്ങി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഒരു ചെറിയ സ്ക്രബ്ബറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഉരച്ച് ആ പേസ്റ്റ് കൂടെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല വ്യത്യാസം. ആദ്യം നമ്മുടെ സിങ്കിന് ഇത്രയും കളറും തിളക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തിളങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉരച്ചൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. വെറുതെ ആ ചെറുനാരങ്ങയും അതുപോലെ തന്നെ പേസ്റ്റും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര അഴുക്ക് പിടിച്ച സിങ്ക് ആണെങ്കിലും നല്ല പോലെ വെട്ടിത്തിളങ്ങി വരും. അതുപോലെ അതിൽ കംപ്ലീറ്റ് അഴുക്കുകളൊക്കെ പോയി കിട്ടും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെറുനാരങ്ങ വേണമെന്നില്ല. നമ്മൾ ചെറുനാരങ്ങയൊക്കെ നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അതിൻ്റെ കളയാനെടുത്ത് വെച്ചിരിക്കുന്ന തൊലി ഉണ്ടല്ലോ, ആ തൊലിയിൽ പേസ്റ്റ് പുരട്ടിയിട്ട് അത് ഉപയോഗിച്ച് തേച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ വേസ്റ്റായിട്ട് കളയാൻ ഉപയോഗിക്കുന്ന സാധനം ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല പോലെ വൃത്തിയാവുന്ന രീതിയിൽ സിങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.